ഹായ് ഫ്രണ്ട്സ്, ഹെയർ കട്ട് ചെയ്യണമെന്നുള്ള ആഗ്രഹത്തിൽ ഇറങ്ങിയതാണ് കേട്ടോ ഇന്ന്. അപ്പോൾ ഒന്ന് ലെയർ കട്ട് ചെയ്യണമെന്നൊരു ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ഇറങ്ങി നമ്മൾ കട്ട് ചെയ്യുന്നിടത്ത് വന്നപ്പോൾ ആളില്ല. അങ്ങനെ അവിടുന്ന് ഇറങ്ങി നേരെ കുളത്തോട്ടിലോട്ട് വന്നു. എന്തായാലും ഹെയർ കട്ട് ചെയ്യാൻ പറ്റിയില്ല. എനിക്ക് ആവശ്യമുള്ള കുറച്ച് ക്രീംസൊക്കെ വാങ്ങിക്കാമെന്ന് കരുതി. അങ്ങനെ ഞാൻ റേറ്റുള്ള ഒരു ക്രീംസ് വാങ്ങിക്കുന്നതല്ല. ലേഹ്യമ്മയ്ക്ക് ഭയങ്കര നിർബന്ധം ക്രീം വാങ്ങിച്ചേ പറ്റത്തുള്ളൂ, മുഖം വല്ലാണ്ടായി വരുന്നു എന്നുള്ളത്. അങ്ങനെ ക്രീമൊക്കെ വാങ്ങിച്ച് നമ്മൾ കുളത്തോട്ടിൽ നേരം ജ്യൂസ് കുടിക്കാൻ വന്നു. അപ്പോൾ ജ്യൂസ് കുടിക്കാൻ നേരം ഏട്ടനാണെങ്കിൽ മധുരം ഐസും ഒന്നും വേണ്ടാത്തത് കൊണ്ട് അത് കൊടുത്തില്ല ശ്രീമോനെ. അതിനുള്ള കരച്ചിലായിരുന്നേ. അങ്ങനെ പിന്നെ മധുരം ഐസും ഒക്കെ ഇട്ട് നമ്മൾ ഒരെണ്ണം വാങ്ങിച്ച് അത് ശ്രീമോനും കുടിച്ച് ഞാനും കുടിച്ചതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങിയപ്പോഴത്തേക്ക് അവിടുത്തെ ആ ചേട്ടൻ കൊടുത്താണ് വാട്ടർമെലണ്. അതും കഴിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ടേക്ക് പോരുവാണ്. അപ്പോൾ എങ്കിൽ പറഞ്ഞ് എന്തായാലും മുടി വെട്ടില്ല, ഹെയർ കട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു നല്ലൊരു തുകയാവും, അതെന്തായാലും ചെയ്യാത്തത് കൊണ്ട് തന്നെ നമുക്കാണെങ്കിൽ ഷവായി വാങ്ങിച്ച് കഴിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഷവായിയും അൽഫാമും പറഞ്ഞു കേട്ടോ. ഞാൻ ഷവായി കഴിക്കത്തില്ല. അങ്ങനെ ഹാഫ് അൽഫാമും ഹാഫ് ഷവായും വാങ്ങിച്ചു. അവിടുന്ന് നമ്മൾ നേരെ വീട്ടിലോട്ടേക്ക് പോരാനായിരുന്നു പ്ലാന്. അപ്പോൾ പോകുന്നോണ്ട് പേട്ടമ്മൻ എന്തായാലും നീ ഹെയർ കട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. ഇവരുടെ മുടി വെട്ടുന്ന കടയിൽ നമുക്ക് ഒന്ന് ചോദിച്ചു നോക്കാം, എനിക്കൊന്ന് ലെവൽ ചെയ്താൽ മതി എന്ന് പറഞ്ഞ്. അല്ലെങ്കിൽ ഇപ്പോഴും നടക്കത്തില്ല, ഇങ്ങനെ തന്നെ വെച്ചേക്കും. പിന്നെ ആണുങ്ങൾ വെട്ടിക്കഴിഞ്ഞാൽ മുടി പെട്ടെന്ന് വളരുമെന്ന് പണ്ട് തൊട്ടേ ആൾക്കാർ പറയുന്നത് കൊണ്ട് അതിനോട് എനിക്ക് താല്പര്യമുള്ളൂ കേട്ടോ. എൻ്റെ മുടിയിൽ ഞാൻ പെണ്ണുങ്ങളെ കൊണ്ട് തൊടിയിക്കത്തില്ല, വെച്ചാൽ കിളിക്കത്തില്ല എന്നുള്ള ഒരു ഇതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ അവിടെ ചെന്നപ്പോഴത്തേക്ക് അവൻ പറഞ്ഞു അവൻ വെട്ടിത്തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ നോക്കിയപ്പോഴത്തേക്ക് മുടിയിൽ ഇടയ്ക്ക് ഉടക്കുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഞാൻ ചീക്ക് റെഡിയാക്കി കൊടുക്കാമെന്ന് പറഞ്ഞ് റെഡിയാക്കി കൊടുത്തേ. അങ്ങനെ നിന്നുകൊണ്ട് ഞാൻ പറഞ്ഞു എൻ്റെ മുടിയുടെ അറ്റം മാത്രം ഒന്ന് ലെവൽ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ വലിയ വലിയ ആഗ്രഹങ്ങളോട് പോയതാണ്. അവിടെ ചെന്നപ്പോഴത്തേക്ക് ഏട്ടൻ കുറച്ച് 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 പറഞ്ഞ് അതിൻ്റെ അറ്റം മാത്രം ഒന്ന് ലെവൽ ചെയ്തേ ഉള്ളേ. അവൻ നോക്കുന്ന കാണുമ്പോഴേ അറിയാം ഏട്ടൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മുടിയൊക്കെ വെട്ടി ഞാനാണെങ്കിൽ മുടിയും കെട്ടി വെച്ചിട്ട് നേരെ വീട്ടിലോട്ടേക്ക് പോന്നു. ഇതായിരുന്നു എൻ്റെ